അൽഹംദുലില്ലാ മാഷാ അള്ളാഹ്. അങ്ങനെ നമ്മൾ വീണ്ടും അടുക്കളയിലേക്ക് ചോറിനുള്ള വെള്ളം വെച്ച് ഇനി അടുപ്പത്ത് അപ്പോൾ വെള്ളം തിളച്ചപ്പം അതിന് കുടിക്കാനുള്ള ആവശ്യത്തിനുള്ള വെള്ളം ഞാൻ മുക്കി വെച്ചു. ഈ അരി കഴുകിങ്ങാണ്ട് പിന്നെ അടുപ്പത്തിടട്ടെ, എന്നിട്ട് വേണം ബ്രേക്ക്ഫാസ്റ്റിനുള്ളത് നോക്കാൻ. അപ്പോൾ അരി നല്ലോണം കഴുകി പിന്നെ വീണ്ടും ചുടുവെള്ളം എടുത്തുകൊണ്ട് വീണ്ടും വെള്ളം പറഞ്ഞുകൊണ്ട് നല്ലോണം കഴുകി. ഇതൊക്കെ റേഷൻ അരിയാണ്, അപ്പം കഴുകി വെള്ളം കൊണ്ട് നല്ലോണം കഴുകിയിട്ട് വീണ്ടും ഇട്ടു. അപ്പോൾ അതവിടെ കിടന്ന് അങ്ങനെ തിളക്കട്ടെ. അപ്പം ഇനി നമുക്ക് ചപ്പാത്തിക്കുള്ള മാവ് റെഡിയാക്കാം. ചപ്പാത്തിയാണ് ബ്രേക്ക്ഫാസ്റ്റ്. നാഴിയിൽ 2 നാഴി പൊടി എടുത്തു. അയക്കില്ലേ അയക്ക് ഞാൻ അടുപ്പത്ത് നിന്ന് തന്നെ വെള്ളം മുക്കി ചൂടുവെള്ളത്തിലാട്ടോ ഞാൻ കുഴക്കല്. ഇപ്പം ഞാൻ വാട്ടി ചൂടുവെള്ളം എടുത്തുകൊണ്ട് കുഴക്കാണ്. അതിലൊക്കെ ഒരു ലേശം ഉപ്പിട്ട് ലേശം വെളിച്ചെണ്ണ പറഞ്ഞെടുത്തത്, ഓയിൽ അതും പറഞ്ഞെടുത്തു. ആവശ്യത്തിനുള്ള വെള്ളം പറഞ്ഞ് ഇങ്ങനെ കുഴച്ചെടുക്കുക. നമുക്ക് ആദ്യം ആ വെളിച്ചെണ്ണയും പിന്നെ ഉപ്പും ഒന്ന് മിക്സ് ആക്കുക. എന്നിട്ട് വെള്ളം പാർന്നുകൊണ്ട് ചൂടുവെള്ളത്തിന് കൊണ്ട് ഇങ്ങനെ കുഴച്ചിട്ട് ചൂടുവെള്ളം പാർന്നുകൊണ്ട് ഇങ്ങനെ ഇളക്കി കൊടുത്തിട്ട് പിന്നെ ഞാനൊരു ഇടികല്ലെടുത്തുകൊണ്ട് മെല്ലെ മെല്ലെ ഇങ്ങനെ ഇടിച്ചിതാക്കി. നമ്മളെ കൈ പൊള്ളില്ല, കുഴവാകും ചെയ്യും. അങ്ങനെ നല്ലോണം കുഴച്ച് മാവ് നല്ലോണം കുഴച്ചെടുക്കണം. കുഴച്ചെങ്കിലേ നല്ല സോഫ്റ്റിൽ പത്തിരി കിട്ടുള്ളൂ. നല്ല കുഴവാണ്. നാളെ ഈ നേരം വരെ ഇതിനൊരു കേടും ഉണ്ടാവില്ല. നല്ലൊരു ബോക്സിലിട്ട് കണ്ട് ഞാൻ അടച്ചു വെക്കലാണ്. അങ്ങനെ നല്ലോണം കുഴച്ചെങ്കിലേ ചപ്പാത്തി നല്ല സോഫ്റ്റ് ഉണ്ടാവുള്ളൂ. നല്ലോണം കുഴച്ച് നല്ലോണം ഉരുളയാക്കിങ്ങാണ്ട് എന്നിട്ട് ലേശം വെളിച്ചെണ്ണയും കൂടി പറഞ്ഞങ്ങാണ്ട് നല്ലോണം അവിടെ മൂടി വെച്ചു. തോനെ നേരമൊന്നും മൂടി വെക്കണില്ല കേട്ടോ, കുറച്ച് നേരം, ഒരു 5 മിനിറ്റ് തന്നെ തേച്ച് നിൽക്കാൻ ടൈം ഉണ്ടാവില്ല. അപ്പോൾ ഇതിന് ഞാൻ പിന്നെ കല്ലൊന്ന് പത്തിരിൻ്റെ കല്ലൊന്ന് നല്ലോണം കഴുകിങ്ങാണ്ട് തുടച്ച് വൃത്തിയാക്കി. എനിക്ക് എടുക്കുമ്പോൾ കഴുകിയിട്ടില്ലെങ്കിൽ ഒരു സമാധാനം കിട്ടില്ല. അപ്പം ഞാൻ കഴുകി പൈപ്പിൻ്റെ വീട്ടിൽ കാട്ടിങ്ങാണ്ട് നല്ലോണം ഒന്ന് കഴുകി നല്ലോണം ഒരു ഉണങ്ങിയ ശീലെടുത്തുങ്ങാണ്ട് തുടച്ച് വൃത്തിയാക്കി അവിടെ വെച്ച്. ഇനി അതൊന്ന് പതിയട്ടെ. ഓടക്കോയിൽ എടുത്തുങ്ങാണ്ട് തുടച്ച് പത്തിരിക്കോയിലെടുത്തുങ്ങാണ്ട് ഇനി ചോറ് അപ്പത്തിന് വെന്തിക്കണോ നോക്കി ആവണുള്ളൂ. അതിൽ പിന്നെ മുടി തുറന്നിട്ട് ഒരു 3 മിനിറ്റ് നേരെ വെച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പത്തിന് നല്ലോണം സോഫ്റ്റായി വന്നിക്കണം. ഇനി അതൊന്ന് നല്ലോണം ഒന്നും കൂടിയും നീട്ടിങ്ങാണ്ട് മുറിക്കാൻ പാകത്തിനില്ല പിന്നെ ഇതാക്കിങ്ങാണ്ട് നീട്ടിങ്ങാണ്ടൊന്ന് മുറിച്ചിട്ടു. അങ്ങനെ ഒക്കെ മുറിച്ചിട്ടു. ഇനി നമുക്ക് പരത്തിയെടുക്കാം. ആദ്യം ഞാൻ പ്രസ്സുമെന്ന് അമർത്തിങ്ങാണ്ടാണ് വീണ്ടും ഒരു 5-6 അവിടെ അമർത്തി വെക്കും. എന്നിട്ട് അത് പരത്തിയിട്ടാണ് വീണ്ടും പിന്നുള്ളത് അമർത്തൽ. നല്ലോണം പത്തിരി പലകം കല്ലും ഇട്ടുങ്ങാണ്ടൊന്ന് നല്ലോണം പരത്തിയെടുത്ത്. നമ്മളിവിടെ ഈ റാക്ക് ശരിയാക്കാത്തത് കൊണ്ട് ഞാൻ കല്ലും ഇട്ടുങ്ങാണ്ടാണ് പരത്തൽ. ഞാൻ അവിടെ ഒരു ഷീറ്റ് വിരിച്ചേക്കാണ്. ഞാൻ പറഞ്ഞില്ല നമ്മൾ അടുക്കളയൊന്നും ശരിയാക്കിയിട്ടില്ല. പിന്നെ എന്താ വീഡിയോ ഇടണമെന്ന് വെച്ചാൽ ഇടൽ തുടങ്ങിയെന്നുള്ളൂ. ഞാൻ ശരിയാക്കിയിട്ടിടാന്ന് വിചാരിച്ചു. ഇനി ഒക്കെപ്പാടെ ആവാൻ നിന്ന ടൈം കുറേ എടുക്കും. അപ്പോൾ ഞാൻ നേരത്തെ ഫോൺ ഇട്ടിയപ്പോൾ വീഡിയോ ഇടൽ തുടങ്ങിയതാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞിനി. അപ്പോത്തിന് നമ്മൾ വർത്താനം പറഞ്ഞിക്കണതിൻ്റെ ഇടയിൽ ചോറ് നോക്കിയപ്പോൾ ചോറ് വന്നിക്കണം. അത് മുറിച്ചേച്ച് കാണ്ട് ഞാൻ പോന്നു. അപ്പോൾ ചോറിഞ്ഞ് ഊറ്റിയിടട്ടെ. നല്ലോണം വെള്ളം പാർന്നുകാണ്ട് ഊറ്റിയെങ്കിൽ റേഷൻ അരിയല്ലേ, അപ്പം ഒരു തള ഏറാൻ പാടില്ല. ഏറിയ ഒരു അളിഞ്ഞുകൊണ്ടിരിക്കും ചോറ്, രസം ഉണ്ടാവില്ല. അതിൻ്റെ അടിയിൽ ഞാൻ പത്തിരി പരത്താല് അല്ല ചപ്പാത്തി ചൂടാല്ലേ ദോശച്ചട്ടി എടുത്തിട്ട് ദോശച്ചട്ടിയിൽ തന്നെ കേട്ടോ ഞാൻ ചൂടല്. ഇനി ഒരു തുള്ളി എണ്ണയൊക്കെ കണ്ട് ചൂടായി അരച്ച് കണ്ടേ. അങ്ങനെ ചൂടുമ്പോൾ നല്ല ടേസ്റ്റാണ്. എന്നാൽ അധികം എണ്ണ ആവില്ല, കുട്ടികൾക്കും ഇഷ്ടമാണ്. നമ്മൾ ചോറ് അതിൻ്റെ അടിയിൽ കൂടെ ഇങ്ങനെ ഊറ്റുന്നുണ്ട്. ചോറ് ഊറ്റൽ കഴിയട്ടെ, എന്നിട്ട് വേണമെങ്കിൽ ഇത് ചൂടാൻ പത്തിരി ചപ്പാത്തി. ഇങ്ങനെ ചോറ് ഒരു കപ്പ് എടുത്തുങ്ങാണ്ട് അതിമക്ക് ഇങ്ങനെ ഊറ്റി വെക്കും കൊട്ടകയിൽ. അപ്പോൾ ഇതിൻ്റെ അടിയിൽ കൂടെ ചപ്പാത്തി ചൂടാവി. അങ്ങനെ ലേശം ഓയിൽ ഒന്ന് ബ്രഷ് ചെയ്ത് ചപ്പാത്തി ഇട്ടുകൊടുത്തു. പിന്നെ ആ ചപ്പാത്തി മറിച്ചിട്ടു. വീണ്ടും ആ ബ്രഷ് എടുത്തുങ്ങാണ്ട് ഓയിൽ മുക്കണില്ല കേട്ടോ, മെല്ലെ ഒരു സോഫ്റ്റ്നെസ്സിന് മാണ്ടിങ്ങാണ്ട് ഒന്ന് മെല്ലെ എടുത്തുങ്ങാണ്ട് തടവി കൊടുക്കും. വീണ്ടും അതേമാതിരി മറിച്ചിട്ടു. എന്നാലും നല്ലോണം പൊള്ളി വരും കേട്ടോ. ഷാറാണ് ചപ്പാത്തി. അത് കഴിഞ്ഞിട്ട് ലേശം തേങ്ങ എടുത്തുങ്ങാണ്ട് ചിരകി. ഇന്ന് ഞാൻ കറി ഉണ്ടാക്കും. ഒരു മടിയ കുട്ടികൾക്കും തന്നെ ഇങ്ങനെ ഇഷ്ടമാണ്. ആ കറി ഉണ്ടാക്കാതെ തേങ്ങ ചിരകിങ്ങാണ്ടേക്ക് ലേശം പഞ്ചസാര ഇട്ട് കൊടുത്തു. ഇനി അതൊന്ന് ഇളക്കിങ്ങാണ്ട് നല്ലോണം ഒരു സ്പൂൺ എടുത്തുങ്ങാണ്ട് ഇളക്കിങ്ങാണ്ട് എന്ത് കിട്ടും ആ ചപ്പാത്തിക്ക് തോനിടരുത്. തോനിട്ട ഒരു മടുപ്പാണ്. ഈ ശീച്ചങ്ങനെ പാകി മെല്ലെ വെച്ചിട്ട് അതിങ്ങോട്ട് റോൾ ചെയ്തിടും. അങ്ങനെ ഫുൾ അങ്ങനെ റോളാക്കി വെച്ചു. പിന്നെ ഞാൻ ഇതിൻ്റെ ഇടയിൽ വേറെ ഓരോ പണിയും ചെയ്യുന്നുണ്ട് കേട്ടോ. പാത്രം മൂറുന്നുണ്ട്, അടിച്ചു വരുന്നുണ്ട്, അതിൻ്റെ ഇടയിൽ ഓരോ പണിയും ചെയ്യുന്നുണ്ട്. പക്ഷേ അതൊന്നും ഞാൻ ഇതിൽ കാണിക്കാത്തത് കൊണ്ടാണ് വീഡിയോ ലെങ്ത്ത് കൂടും വിചാരിച്ചു കണ്ടാണ് കേട്ടോ. അപ്പോൾ പിന്നെ നിങ്ങൾക്കും തന്നെ ഒരു ബോറടിയല്ലേ കാരം വിചാരിച്ചു കണ്ടാണ്. അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനിരിക്കുകയാണ് എല്ലാവരും. ഞാനും മക്കളും തന്നെ ഉള്ളൂ. അങ്ങനെ ചായയൊക്കെ പാർന്നു. ഇനി കുട്ടികൾക്കുള്ളത് എടുത്തൊക്കെ ഒരാൾ കുടിച്ചു പോയി. ഇങ്ങനെ ഇനി അപ്പം ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വിശേഷം. ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കല്ലേ.
എന്നാൽ ശരി, അടുത്ത വീഡിയോയിൽ വെച്ച് ഇൻഷാ അല്ലാ കാണാം കേട്ടോ.